നമസ്കാരം. ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ ഭാഗം ആയ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഒരു ക്ലാസ് കൂടിയാണ്. ഭഗവത്ഗീത എന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ അറിവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സർവവേദങ്ങളിൽ നിന്നും അമൃത് കടഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ, അതായത് ഭഗവത്ഗീത ധ്യാനത്തിൽ പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ ഓം വാർത്തായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗൃഹീതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ധധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനോട് ഉപദേശിച്ചതും പൗരാണിക മുനിയായ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ കോർത്തതും അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നതും 18 അധ്യായങ്ങളോട് കൂടിയതും ഭഗവതിയുമായ ശ്രീമദ് ഭഗവത്ഗീതയെ അമ്മേ ഞാൻ സംസാരനാശിനിയായ അവിടുത്തെ അനുസ്മരിക്കുന്നു. ആദ്യത്തെ ഗീതാ ധ്യാനം എന്ന് പറയുന്ന ആ ഒരു ശ്ലോകത്തിൽ തന്നെ വളരെ വിശിഷ്ടമായാണ് പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീതയെ. കൂടാതെ അദ്വൈതമാകുന്ന അമൃത വർഷിണി എന്നുകൂടിയാണ് ഭഗവത്ഗീതയെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ അതായത് ധ്യാനത്തിൽ 4-ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദനാഹ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ഉപനിഷത്തുക്കളാകുന്ന പശുക്കൾ കറക്കുന്നതോ ഗോപാലകനായ നന്ദരുടെ പുത്രനായ ശ്രീകൃഷ്ണൻ, അതായത് ഈ അതായത് ഗോവിനെ അമൃതായി സേവിക്കുന്ന, വേണ്ടുവോളം അമൃത സേവിക്കുന്ന ഒരു ബാലകനായും ആ ബാലകൻ കറന്നെടുക്കുന്നത് ആരാണ്? അർജുനനാണ്. കറന്നെടുക്കുന്നതോ അതിലും ബൃഹത്തായ അമൃതാകുന്ന ഭഗവത്ഗീതയാകുന്നു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഭഗവത്ഗീത എന്ന് പറയുന്നതും ഭഗവത്ഗീതയുടെ അവസാനം ഓരോ അധ്യായങ്ങൾ കഴിയും തോറും ആ അധ്യായത്തിൻ്റെ അവസാനം പറയുന്നത് അതായത് അഷ്ടാദശാധ്യായിനി എന്ന് പറയുന്നത് 18 അധ്യായങ്ങളുള്ള ജ്ഞാനസ്വരൂപിണി. അതുകൂടാതെ ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ഇതം അധ്യായം സമാപ്തം എന്നൊക്കെയാണ് ഈ അധ്യായത്തിൻ്റെ അവസാനങ്ങളെല്ലാം പറയുന്നത്. അപ്പം ബ്രഹ്മവിദ്യയാകുന്ന യോഗശാസ്ത്രം, ബ്രഹ്മത്തിന് വിദ്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതായത് ഈശ്വരന് വിദ്യ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഈശ്വരന് വിദ്യയുണ്ട്, ആ ഈശ്വരനെ അറിയാനും വിദ്യയുണ്ട്. അതാണ് ഈ ബ്രഹ്മവിദ്യയാകുന്ന യോഗശാസ്ത്രം. ഇത് യോഗത്തിനൊരു ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇത്രയും നാളും അറിയാതെ അന്വേഷിച്ചിട്ട് കിട്ടാത്തതുമായ ഒരു കാര്യമാണ് യോഗവിദ്യയ്ക്കൊരു ശാസ്ത്രം ഉണ്ടല്ലോ. അത് പതഞ്ജല യോഗം അതല്ല. അഷ്ടാംഗയോഗം എല്ലാം വർണ്ണിക്കുന്ന പാതഞ്ജല യോഗം കൂടാതെ യോഗവിദ്യ അനുശാസിക്കുന്ന എല്ലാ വിദ്യകളും തുടങ്ങി വയ്ക്കുന്നത് തന്നെ ഈ ജ്ഞാനമാകുന്ന ഭഗവത്ഗീതയാണ്. അവിടെയാണ് നമ്മളെ പഠനത്തിൻ്റെ ഒരു രസം മനസ്സിലാവുന്നത്. ഭഗവത്ഗീത അമൃതമാകുന്ന
18 അധ്യായങ്ങളിലും അടങ്ങിയിരിക്കുന്ന മനുഷ്യൻ അറിയേണ്ട അറിവിൻ്റെ അഗാധമായ പാണ്ഡിത്യം കൂടി അല്ലെങ്കിൽ ആനന്ദം കൂടി ഭഗവത്ഗീതയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശ്രീകൃഷ്ണനോടൊപ്പം തന്നെ കളിച്ചു വളർന്ന അർജുനന് ഭഗവത്ഗീതയെപ്പറ്റി യാതൊരു അറിവും അല്ലെങ്കിൽ ഭഗവാൻ ഇത്രയ്ക്ക് ദിവ്യമായ അറിവുണ്ടെന്നുള്ള കാര്യം അർജുൻ അറിയില്ല. ദാരിദ്ര്യത്തിന്റെ കൂമ്പാരത്തിൽ വളർന്ന, ശരിക്കും പറഞ്ഞാൽ കുചേലനോടൊപ്പമാണ് ശ്രീകൃഷ്ണൻ ബാല്യത്തിൽ സാന്ദീപനി മഹർഷിയുടെ ഒപ്പം കഴിഞ്ഞത്. ആ മഹർഷിയുടെ സാമീപ്യത്തിൽ ജീവിതമാകുന്ന സർവ്വതും ഭൗതികമാകുന്ന സർവ്വ അറിവും നേടിയ ശ്രീകൃഷ്ണ പരമാത്മാവ് അന്നും പ്രാണസഖനായിട്ട്, അതായത് ആത്മ ചൈതന്യത്തിൻ്റെ തേജസ്സിൻ്റെ മദ്ഭാവമായിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠനായ നമ്മുടെ കുചേലനെ കണ്ടിരുന്നു. അത്രയ്ക്ക് ദിവ്യനായിരുന്നു ആ കുചേലൻ. ദരിദ്ര നാരായണൻ. അന്നും ധനികന്മാരായ ബ്രാഹ്മണരുണ്ട്, ഇന്നും ഉണ്ട് ബ്രാഹ്മണർ ധനികരായി. എന്നാൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ബ്രാഹ്മണരുമുണ്ട്. അതുപോലെ തന്നെ മറ്റ് മതസ്ഥരിലും മറ്റ് ജാതികളിലും ഒക്കെ ദാരിദ്ര്യവും അതിലുപരി സമ്പന്നതയും ഒക്കെയായിട്ട് കഴിയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മളറിയാം, ഒരു ദിവസം കൊണ്ട് നമുക്ക് ധനികനാവാൻ സാധ്യമല്ല, ഒരു ദിവസം കൊണ്ട് ദരിദ്രനാവാനും സാധ്യമല്ല. നാം കഴിഞ്ഞു പോകുന്ന വഴിയിൽ നേരാമണ്ണം കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും നമ്മുടെ പൂർവികർ ആർജിച്ചു വച്ചിരിക്കുന്ന ഭൗതികമായ സുഖങ്ങൾ കൂടി ഭൗതികമായ സമ്പത്ത് കൂടി വന്ന് ചേരുമ്പോഴാണ് നമ്മിൽ ധനികത്വമായി അല്ലെങ്കിൽ ധനികനായി മാറുന്നത്. ഈ ഭൗതികമായ ഈ ജീവിതത്തിൽ ഇപ്പോൾ പലർക്കും പലിശയ്ക്ക് പൈസ കൊടുക്കും, സ്വർണം കൊടുക്കും, പലിശയ്ക്ക് പൈസ കൊടുക്കും, വസ്തുവകകൾ കൊടുക്കും. അങ്ങനെ പലത് വസ്തുവകളുടെ രേഖകൾ വെച്ചിട്ട് പൈസ കൊടുക്കും, വാഹനങ്ങളുടെ രേഖ വെച്ചിട്ട് പൈസ കൊടുക്കും. അങ്ങനെ പലവിധ ക്രയവിക്രയങ്ങൾ നടത്തി പല രീതിയിലും ധനമുണ്ടാക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാവരും പലതരത്തിൽ ധനമുണ്ടാക്കിയവരാണ്. ഒന്നും രണ്ടും തരത്തിൽ പലതരത്തിലൂടെ ധനമുണ്ടാക്കുന്ന ആ ഒരു സംസ്കാരമുള്ള ആൾക്കാരെയാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. അവരുടെ സ്വഭാവത്തിൻ്റെ, അതായത് അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണത്തെ അപേക്ഷിച്ചാണ് ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് 4 വർണ്ണങ്ങളെ നിർണയിച്ചിരിക്കുന്നതിൻ്റെ കാരണം കൂടി ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അതായത് ഏതൊക്കെ വർണ്ണമാണ്? ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും ബ്രാഹ്മണനെന്നും. അപ്പം ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ പൂണുനൂൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ ദീക്ഷയാണ്. ദീക്ഷ പണ്ട് കാലം തൊട്ട് ദീക്ഷ ഗുരുവിൽ നിന്നാണ് കൊടുക്കുന്നത്. ഗുരുക്കന്മാർ ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ദീക്ഷ ഗുരുവിൻ്റെ പാരമ്പര്യത്തെ നിലനിർത്തും. ഗുരു പിതൃതുല്യനാണ്, ആ വംശത്തിൻ്റെ, അതായത് ഗുരുവിൻ്റെ പരമ്പരയുടെ അധികാരി. ഈ പരമ്പരയുടെ അധികാരി ആരായിട്ട് വരുന്നോ, ഇനി എത്ര വലിയ ധനികനായോ എത്ര ദരിദ്രനായോ വന്നാലും, ആ ദരിദ്രനായാലും മികച്ച അറിവിൻ്റെ ആ ബ്രാഹ്മണ്യത്തിലേക്കാണ് കടക്കുന്നത്. അല്ലാതെ അധികാരത്തിൻ്റെയോ ഗർവിൻ്റെയോ അവകാശത്തിൻ്റെയോ ഒക്കെ അല്ല. ചിന്തിക്കുമ്പോഴവിടെയാണ് തെറ്റുന്നത്. അങ്ങനെ ഒരാളെ നാം കണ്ടാൽ മാനിക്കേണ്ട കാര്യവുമില്ല. അറിവുള്ളവനെ മാത്രം മാനിക്കുക. അറിവില്ലാത്തവനെ മാനിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ചാണകം നമ്മൾ കണ്ടാൽ ചിലപ്പോൾ എടുത്ത് വളത്തിനായിട്ട് ഉപയോഗിക്കും. ചാണകത്തെ നല്ലതുപോലെ സുടം ചെയ്തെടുത്താൽ നമ്മൾ കുറിയായിട്ട് ഉപയോഗിക്കും, നമ്മുടെ ശിരസിൽ ധരിക്കും. അതുപോലെയാണ് ഈ ചാണകം എന്ന് പറഞ്ഞാൽ, ചാണകമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിനെ നമ്മൾ സ്ഫുടം ചെയ്ത്, അതായത് ആദ്യം ഉരുട്ടിയൊക്കെ വെച്ച് പല വിധത്തിൽ നിരത്തിയൊക്കെ വെച്ച് ഉണക്കിയെടുത്തിട്ട് അവനെ ആദ്യം സ്ഫുടം ചെയ്ത് കത്തിക്കും. ഇതുപോലെ അതായത് ശിവരാത്രി പോലുള്ള രാത്രികളിലാണ് ഇത് കൂടുതലും ജനം ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചുട്ടെടുക്കുന്ന ഭസ്മം, ഈ ഭസ്മം തന്നെ നമ്മൾ ശുദ്ധമാക്കി സ്ഫുടമാക്കി ഒന്നെടുക്കുന്നു. അതുകൂടാതെ നിരവധി ആവർത്തികൾ സ്ഫുടം ചെയ്യുന്ന ഭസ്മവും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നല്ല, നിരവധി ആവർത്തി. അതൊക്കെ ഓരോ രീതിയിൽ ചെയ്യുന്നത്. സ്വർണ്ണഭസ്മം, തങ്കഭസ്മം, അങ്ങനെ പലതരത്തിലുള്ള ഭസ്മമുണ്ട്. സിന്ദൂര ഭസ്മമുണ്ട്. അങ്ങനെ ഒരുപാട് ചൂർണ്ണ രീതികൾ ഉപയോഗിക്കുന്ന ആയുർവേദത്തിൻ്റെ രീതികൾ തന്നെയുണ്ട്. ഇതുപോലെ ഒരു തരത്തിലിരിക്കുന്നതിനെ മറ്റൊരു തരത്തിലേക്ക് ഭാവമാറ്റം വരുത്തുകയാണ് നമ്മിലൂടെ ഈ ഭഗവത്ഗീതയാകുന്ന ചൈതന്യം ചെയ്യുന്നത്. നമ്മുടെ
അറിവിൻ്റെ തലത്തെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അറിവിൻ്റെ തലത്തെ വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത എന്ന ഓരോ പാഠത്തിലും അതിൻ്റെതായ അറിവ് തിളങ്ങി നിൽപ്പുണ്ട്. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നാം പഠിച്ചത് 6 ശ്ലോകമാണ് പഠിച്ചത്. 6 ശ്ലോകം ഭഗവത്ഗീതയിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 6 ശ്ലോകങ്ങളിലൂടെ ധൃതരാഷ്ട്രയുടെ സന്ദേഹങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ധൃതരാഷ്ട്ര മഹാരാജാവ് ഒരു കാരണവശാലും ഈ യുദ്ധം ചെയ്യുന്നതിന് ഒരു തടസ്സമുണ്ടാകാതെ, യുദ്ധം സുഖമായിട്ട് അല്ലെങ്കിൽ യുദ്ധമില്ലാതെ അനിവാര്യമായ മുതൽ അവർക്ക് അവകാശപ്പെട്ടത് കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ ആ മഹാഭാരത യുദ്ധം നടക്കുകയില്ല. നേരെ മറിച്ച് കണ്ണ് ഉള്ളിലും പുറമേയും ഇരുട്ട് മാത്രം ദർശിക്കുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിനും അദ്ദേഹത്തിൻ്റെ ഇരുട്ടിനെ അതുപോലെ തന്നെ പിന്തുടർന്ന ഗാന്ധാരിയുമാണ് നാം ലോകത്തിന് പാഠമായി പഠിക്കേണ്ടത്. അറിവ് ഉണ്ടാക്കി അല്ലെങ്കിൽ മക്കളെ നേരായ ദിശയിലേക്ക് സഞ്ചരിക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് കണ്ണ് കാണാൻ മേല, എന്നാൽ ഞാനും കൂടി കണ്ണ് കെട്ടിവെച്ചാൽ എൻ്റെ മക്കളെ പരിപാലിക്കാൻ പറ്റുകയില്ല, അവർ നേരായ രീതിയിൽ ജീവിക്കാനും അവർക്ക് നേരാമണം മാർഗനിർദ്ദേശം കൊടുക്കാനും സാധ്യമല്ല എന്നുകൂടി മനസ്സിലാക്കി ഗാന്ധാരി പ്രവർത്തിച്ചു എങ്കിൽ ഇന്ന് ഈ മഹാഭാരത യുദ്ധം ഒഴിവായനെ. അപ്പം ഈ ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് മാതൃതുല്യാണ്, മാതാവാണ്, നിങ്ങൾക്ക് എന്നെ ശപിക്കാം, എന്ത് ചെയ്യാം, പക്ഷേ നിങ്ങൾ കുന്തിദേവി ചെയ്ത പ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് അവർ ചെയ്തത്? വളരെ ബൃഹത്തായതാണ്. അവരുടെ ഭർത്താവ് കൂടി അവർക്ക് സഹായിയായിട്ട് താങ്ങും തണലുമായിട്ടില്ലാതിരുന്നിട്ട് കൂടി ആ മക്കളെ 5 പേരെയും അവർ ത്യാഗം സഹിച്ച് മറ്റുള്ളവരുടെ വീടുകളിലെ വീടുവേല, അതായത് ഇവിടുത്തെ രാജകൊട്ടാരത്തിലെ എല്ലാ വേലകളും ചെയ്താണ് ആ മക്കളെ അവർ പരിപാലിച്ചു പോരുന്നത്. അപ്പം അത്രയും ത്യാഗങ്ങൾ സഹിച്ച് നന്മയോടുകൂടി ആ മക്കൾ വളർന്ന് അവരുടെ പരിചരണവും അവരുടെ ദൃഷ്ടിയും അവരുടെ എല്ലാം കിട്ടിയതുകൊണ്ട് ആ മക്കൾ നേരാമണ്ണം വളർന്നു. നിങ്ങൾ അത് ചെയ്യാത്തതിൻ്റെ പോരായ്മയാണ് ഇന്ന് നിങ്ങളുടെ ഈ 100 കുലം, അതായത് 101 പേരടങ്ങുന്ന ഈ കുലത്തിൻ്റെ അവസ്ഥ. ഇനിയുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ചോദിക്കുന്നുണ്ട്, എൻ്റെ മക്കളെല്ലാം മരിക്കാൻ കാരണം നീയാണെന്ന് പറയുന്നുണ്ട് അർജുനോട്, ശ്രീകൃഷ്ണനോട്. ഈ ശ്രീകൃഷ്ണനോട് പറയുന്ന സമയത്ത് തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി അവിടുന്ന് തന്നെയല്ലോ എന്ന്. അപ്പോൾ ഇതിന് കാരണക്കാരി ആരാണ്? മാതൃത്വവും പിതൃത്വവും ഉണ്ടായിട്ട് കൂടി ഈ മക്കൾക്ക് നേരാവണ്ണം നേർദിശ തെളിക്കാതിരുന്ന ആ സമൂഹത്തെ ഇത്രയും ഭീതിയുടെ നിഴലിൽ നിർത്തിയ ആ ദുര്യോധനം എന്ന് തന്നെയാണ് പറയുന്നത്. ദുർയോഗം മാത്രം അനുഭവിക്കാൻ യോഗ്യതയുള്ളവർ എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. അപ്പം ദുർയോഗം എന്ന് പറഞ്ഞാൽ ദുരനുഭവങ്ങൾ മാത്രം അനുഭവിക്കാനുള്ള യോഗം അവർ സ്വമേധയെ ആർജിച്ചെടുത്തവർ എന്നുകൂടി അതിനർത്ഥമുണ്ട്. അപ്പം നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാവുന്നതാണ്. ഭഗവത്ഗീതയാകുന്ന വിശിഷ്ട ഗ്രന്ഥത്തിൽ ആദ്യത്തെ ഒരധ്യായത്തിലും പൂർണ്ണമായിട്ട് അർജുനൻ്റെ സന്ദേഹമാണ്. ഈ സന്ദേഹങ്ങളെല്ലാം അറിയാനായിട്ട് വരുന്നതും ചോദിക്കുന്നതുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി തുടർന്ന് നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാവുന്നതാണ്. അസ്മാകം തു വിശിഷ്ടായോ താൻ നിബോധ ദിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഒന്നുകൂടിയ ശ്ലോകം. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഹേ ദ്വിജ ഉത്തമ. ദ്വിജോത്തമൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദ്രോണാചാര്യര് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദ്രോണാചാര്യ. ബ്രാഹ്മണൻ യുദ്ധത്തിന് വന്നത് ചരിത്രമാണെന്ന് ഒന്നും പറയണ്ട. അന്ന് ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണർ യുദ്ധം ചെയ്യുമായിരുന്നു. ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദ്രോണാചാര്യരെ ഹേ ദ്വിജോത്തമ എന്നാണ് ചോദിച്ചത്. അസ്മാകം തു
നമ്മുടെ പക്ഷത്തിൽ, അസ്മാകം എന്ന് പറയുന്നത് നമ്മുടെ പക്ഷത്തിൽ എന്നാണ്. അസ്മാകം തു വിശിഷ്ടായേ, യോഗ്യന്മാരായവർ ഏവരോ, അതാണ് ഏവരോ എന്ന് ചോദിച്ച വിശിഷ്ട എന്ന് പറഞ്ഞാൽ യോഗ്യന്മാരായവർ ഏവരോ, മമ സൈന്യസ്യ, എൻ്റെ സൈന്യത്തിന്, നായകാഹ, നായകന്മാർ, ഏവരോ, താൻ, അവരെ, തേ, അങ്ങയ്ക്ക്, സംജ്ഞാർത്ഥം, നല്ലവണ്ണം അറിവാനായി, ബ്രവീമി, ഞാൻ പറയാം. താൻ നിബോധ, അവരെ അറിഞ്ഞാലും, നിബോധ അറിയുക, ബോധത്തോടുകൂടി എന്നൊക്കെ അർത്ഥമുണ്ട്. ബോധത്തിൽ അങ്ങനെ ആണെങ്കിലും അവരെ ആ രീതിയിൽ അറിഞ്ഞാലും, ബോധത്തോട് ശരിയാവണ്ണം അറിഞ്ഞാലും എന്നുകൂടി അർത്ഥം. ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദ്രോണാചാര്യരെ നമ്മുടെ പക്ഷത്തിൽ യോഗ്യന്മാരായും എൻ്റെ സൈന്യത്തിന് അധിപന്മാരായും ഉള്ളവരെല്ലാം എന്നറിഞ്ഞാലും അങ്ങയ്ക്ക് അറിവാനായി ഞാൻ അവരെ ഓരോരുത്തരെയും പറയുകയാണ്. ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദ്രോണാചാര്യരെ ഞാൻ എല്ലാം അറിയാൻ വേണ്ടി വിശദമായിട്ട് പറയുകയാണ്. എൻ്റെ ഭാഗത്തുള്ളവർ ആരൊക്കെയാണ്? ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമിതിർ ജയദ്രതാഹ. ഭവാനും ഭീഷ്മ ച, ഭീഷ്മരും, കർണ ച, കർണനും, കൃപ ച, കൃപാചാര്യരും, സമിതിഞ്ജയ, യുദ്ധത്തിൽ ജയശാലിയായ അശ്വത്ഥാമാവും, വികർണശ്ച, വികർണനും, സൗമിതെത്തി, സോമദത്ത പുത്രനായ ഭൂരിശ്രവസിൻ്റെ ഒരു കഥ വേറെ നചികേതസിൻ്റെ പറയുന്നുണ്ട്, അതിനകത്ത് ചെറുതായിട്ട് പറയുന്നുണ്ട്. ഭൂരിശ്രവസും, ജയദ്രഥാഹ, ജയദ്രഥനും ആണ്. അത് കഴിഞ്ഞിട്ട് അന്യേ ച ബഹവ ശൂര മദർത്തേ തക്തജീവിതാഹ നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദാഹ. സർവവിധ യുദ്ധങ്ങളിലും നിപുണന്മാർ, വിശാരദന്മാർ, അത്രയ്ക്ക് തികഞ്ഞ പോരാളികൾ എന്നാണ് അവിടെ വിശാരദ, യുദ്ധവിശാരദ, യുദ്ധത്തിൽ നൈപുണ്യമുള്ളവർ എന്നാണ് അർത്ഥം. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൗമിനെത്തി, സോമദത്ത പുത്രനായ ഭൂരിശ്രവസും, ജയദ്രഥാഹ, ജയദ്രഥനും, പിന്നെ അന്യേച്ച, പിന്നെ വേറെയും, മദർത്തേ, എനിക്കു വേണ്ടി. മദർത്തേ എന്ന് പറഞ്ഞാൽ എനിക്കു വേണ്ടി എന്നാണ് നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞതാണ്. തെക്തജീവിതാഹ, പ്രാണത്യാഗത്തിന് തുനിഞ്ഞവരായ, ബഹവ ശൂര, പല ശൂരന്മാരും, നാനാശസ്ത്രപ്രഹരണ, ശസ്ത്രം എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്ത് വിദ്യയിൽ അതിവിദഗ്ധന്മാർ എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. പലവിധ ആയുധത്തോട് കൂടിയവരും എന്നർത്ഥമുണ്ട്. നാനാ ശസ്ത്രപ്രഹരണ, സർവേ, എല്ലാവരും, യുദ്ധവിശാരദാഹ, യുദ്ധത്തിൽ സമർത്ഥന്മാരുമാകുന്നു. ഭവാനും ഭീഷ്മരും കർണനും കൃപാചാര്യരും യുദ്ധത്തിൽ ജയശാലിയായ അശ്വത്ഥാമാവും വികർണനും സോമദത്ത പുത്രനായ ഭൂരിശ്രവസും ജയദ്രഥനും പിന്നെയും എനിക്ക് വേണ്ടി, അതായത് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ചാവേറായിട്ടുള്ള യുദ്ധസന്നാഹങ്ങളും ഉണ്ട് എന്നാണ്. പ്രാണത്യാഗം ചെയ്യുവാൻ തുനിഞ്ഞിട്ടുള്ള മറ്റനേകം ശൂരന്മാരും പലവിധ ആയുധങ്ങളോടുകൂടി യുദ്ധം ചെയ്യുന്നവരും എല്ലാവരും യുദ്ധത്തിൽ അതിസമർത്ഥന്മാരുമാകുന്നു. അതായത് ഗഥായുദ്ധം ചെയ്യുന്നവർ വാൾപ്പയറ്റ് ചെയ്യണം എന്ന്
നിർബന്ധമില്ല. പക്ഷേ അത് രണ്ടും അവർക്കറിയാം. വാൾപ്പയറ്റ്, കുന്തപ്രയോഗം, അതുപോലെ തന്നെ ഗദായുദ്ധം, ചുരികപ്രയോഗം, അതുപോലെ തന്നെ ഈ മുള്ളൻ കഥ, അങ്ങനെ തുടങ്ങി ചുരികാദികൾ പലതരത്തിൽ, വളഞ്ഞ തരത്തിൽ, കൊങ്കി പോലത്തെ വലിയ ബീഭത്സമായിട്ടുള്ളത്, അങ്ങനെ പലതരത്തിൽ വിവർണാദിത്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ശരീരത്ത് മുള്ളുകൾ പോലുള്ള കവചങ്ങളും ധരിച്ചിരുന്നു എന്നുകൂടി അതിനകത്ത് മനസ്സിലാക്കണം. അപ്പം സർവേ യുദ്ധ വിശാരദ, യുദ്ധത്തിൽ സർവ്വവിധത്തിലും വിശാരദന്മാരായിരുന്നു എന്നുള്ളതാണ് ആ സർവേ യുദ്ധ വിശാരദാഹ എന്ന് പറയുന്നത്. അവിടെ സംശയമാണ്. സംശയം എന്ന് പറഞ്ഞാൽ അപര്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പര്യാപ്തമല്ല എന്നുള്ളതാണ്. അപര്യാപ്തം തതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. എന്ന അവിടെ പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് യാതൊന്നുകൊണ്ട്, ബലം ഏതിനെ കുറിച്ചാണോ അതിനെക്കുറിച്ച് എന്നുള്ളതായത് യാതൊന്നുകൊണ്ട് ഭീഷ്മാഭിരക്ഷിതം, ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ, തൽ അങ്ങനെ ഇരിക്കുന്ന, അസ്മാകം ബലം നമ്മുടെ സൈന്യം, അതാണ് അസ്മാകം എന്ന് ആ വാക്കിൻ്റെ അർത്ഥം. അപര്യാപ്തം അവരോടുകൂടി യുദ്ധം ചെയ്യുവാൻ സാമർഥ്യം ഇല്ല എന്നതുപോലെ തോന്നുന്നു. അപര്യാപ്തം തോന്നുന്നു, സംശയമാണ്. ഭീമാഭിരക്ഷിതം ഭീമനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ സൈന്യം, അവിടെ സന്ദേഹമാണ്. ഏതേഷാം ഇവരുടെ, ഇദം ബലം തു ഈ സൈന്യമാകട്ടെ, പര്യാപ്തം നമ്മോടുകൂടി യുദ്ധം ചെയ്യുവാൻ സാമർഥ്യമുള്ളതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ കൗരവപക്ഷത്തിനോട് യുദ്ധം ചെയ്യുവാൻ സാമർഥ്യമുള്ളതുപോലെ തോന്നുന്നു. ഇതാണ് അദ്ദേഹം ചിന്തിച്ചത്. ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ സൈന്യത്തിന് പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യുവാൻ സാമർഥ്യമില്ലെന്ന പോലെ തോന്നുന്നു. എന്നാൽ ഭീമനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇവരുടെ സൈന്യത്തിന് നമ്മോട് യുദ്ധം ചെയ്യുവാൻ സാമർഥ്യമുള്ളതുപോലെ തോന്നുന്നു. സംശയമാണ് അദ്ദേഹത്തിന്. അയനേഷു സർവേഷു യഥാഭാഗമവസ്ഥിത ഭീഷ്മേവാഭിരക്ഷന്തു ഭവന്ത സർവയേവ ഹി. സർവേ ഭവന്ത ഏവ ഹി, നിങ്ങൾ എല്ലാവരും, സർവേഷു ച അയനേഷു സൈന്യത്തിനുള്ളിൽ പ്രവേശിപ്പാനുള്ള എല്ലാ മാർഗങ്ങളിലും, നമ്മുടെ ഭീഷ്മരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ്. യഥാഭാഗം അവരുടെ സ്ഥാനത്ത്, അവസ്ഥിത നിന്നുകൊണ്ട്, ഭീഷ്മം ഏവ ഭീഷ്മരെ തന്നെ, അഭിരക്ഷന്തു എല്ലാ ഭാഗത്തും കാത്തുകൊള്ളണം. നിങ്ങൾ എല്ലാവരും സൈന്യമധ്യത്തിൽ പ്രവേശിപ്പാനുള്ള സകല മാർഗങ്ങളിലും അവരവർക്കുള്ള നിയമിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഭീഷ്മരെ തന്നെ എല്ലാ ഭാഗത്തും കാത്തുകൊള്ളണം. അദ്ദേഹം ഒരു ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ശത്രുക്കൾ മറ്റേ ഭാഗത്ത് വന്ന് അദ്ദേഹത്തിൽ ബാണം പ്രയോഗിക്കാതിരിപ്പാൻ കാത്തു നിൽക്കണമെന്ന് താല്പര്യം. അതിൻ്റെ സാരം, ഭീഷ്മരിൽ അവർക്ക് സന്ദേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സന്ദേഹം അവിടെ നിലനിൽക്കുന്നത്. അതായത് ഭീഷ്മർ യുദ്ധത്തിൽ ഒരു വിധത്തിലും പരാജിതനാക്കാൻ പറ്റത്തില്ല എന്ന് കാണുമ്പോൾ, ഇനിയുള്ള വരും ശ്ലോകങ്ങളിൽ അതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ കൂടി ആ യുദ്ധത്തിൻ്റെ ഓരോ മാർഗങ്ങളിൽ ലാസ്റ്റ് യുധിഷ്ഠിരൻ വന്ന് ചോദിക്കുമ്പോൾ ഭീഷ്മർ പറഞ്ഞു കൊടുക്കും യുദ്ധത്തിൻ്റെ ഉപാധികളും ഉപായങ്ങളും, യുദ്ധത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങളും പറഞ്ഞു കൊടുക്കും. കാരണം ധർമ്മപുത്രയുടെ മകനാണ് അദ്ദേഹത്തിന് ധർമ്മമല്ലാതെ വേറെ മാർഗമില്ല. വരും ക്ലാസ്സുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ ആ ഭഗവത്ഗീതയാകുന്ന
പവിത്രമായ അമൃത് നമുക്ക് വേണ്ടുവോളം പാനം ചെയ്യാൻ സാധിക്കും. ഹരി ഓം, ഹരി ഓം. ഓം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമോ നമഃ. എല്ലാ നല്ലവരായ ബുദ്ധിമത്തുക്കൾക്കും ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഇഷ്ടമായ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ കുടികൊള്ളുന്ന ഭഗവത്ഗീത നാം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ എല്ലാ മഹത്തുക്കളും യജ്ഞിക്കുമാറാകണം. നമസ്കാരം.